ഗുഡ് മോർണിംഗ്. നമ്മുടെ എക്സാം ജൂലൈ ആദ്യ ആഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഈ വീഡിയോ നിങ്ങളെ റിവൈസിന് സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. വളരെ വേഗത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കണ്ണിനെ കുറിച്ചുള്ള പഠനം, ഒഫ്താൽമോളജി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റോഡ് കോശങ്ങളിലെ കാഴ്ച വർണ്ണകം ഏത്? റെഡോപ്സിൻ. മൂന്നാമത്തെ ചോദ്യം, അന്ധബിന്ദുവിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറത്തിലുള്ള ബിന്ദു, മാക്യുല ലൂട്ടിയ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം അറിയപ്പെടുന്ന പേര്, പ്യൂപ്പിൾ. അഞ്ചാമത്തെ ചോദ്യം, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. ആറാമത്തെ ചോദ്യം, കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ, ചെങ്കണ്ണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ, തിമിരം. എട്ടാമത്തെ ചോദ്യം, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, 25 സെന്റിമീറ്റർ. ഒമ്പതാമത്തെ ചോദ്യം, ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെ? റെറ്റിനയ്ക്ക് പുറകിൽ. പത്താമത്തെ ചോദ്യം, മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്, കോൺകേവ് ലെൻസ്. 11ാമത്തെ ചോദ്യം, ലെൻസിന്റെ വക്രതയിലുള്ള മാറ്റം കാരണം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ, വിഷമദൃഷ്ടി. 12ാമത്തെ ചോദ്യം, രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി, ലൈസോസോം. 13, ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി, ദൃഷ്ടിപടലം. 14ാമത്തെ ചോദ്യം, കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? കെരാറ്റോപ്ലാസ്റ്റി. 15ാമത്തെ ചോദ്യം, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം, അക്വസ് ദ്രവം. 16ാമത്തെ ചോദ്യം, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, ലാക്രിമൽ ഗ്രന്ഥി. 17ാമത്തെ ചോദ്യം, ഇഷിഹാര ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗനിർണയത്തിന് വേണ്ടിയാണ്? വർണ്ണാന്ധത. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, സിങ്ക്. 19ാമത്തെ ചോദ്യം, അടുത്തുള്ള വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ, ഹ്രസ്വദൃഷ്ടി. നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിറ്റാമിൻ എയുടെ അഭാവത്തിൽ കണ്ണിനുണ്ടാകുന്ന രോഗം ഏത്? നിശാന്തത. താങ്ക് യു.